ആൾക്കാരെ അനിമൾ ഞാൻ അനിമളുടെ ഫാനാണ് കേട്ടോ. അനിമളുടെ ഭയങ്കര ഫാനാണ്. അനിമൾ ജെനുവിനാണ്. അനിമൾ ഭയങ്കരമാണ്. ഹലോ നമസ്കാരം. ബിഗ് ബോസ് മല്ലു ടോക്സിലെ ചേച്ചിക്ക് ഫുൾ സപ്പോർട്ട് തരുവാണ് കേട്ടോ. ചേച്ചിയുടെ വീഡിയോസ് ഇതിനു മുമ്പ് എനിക്കിഷ്ടമില്ലായിരുന്നു. ബേസിക്കലി ഞാൻ ഇതിനു മുമ്പുള്ള സീസൺ ചേച്ചിയൊക്കെ തുടങ്ങിയ സമയത്തോട്ട് ചേച്ചിയുടെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. നമ്മുടെ രേവതി ചേച്ചി. ഓക്കെ, അപ്പം കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവർ പറയുന്നത് പക്ഷേ നമ്മൾ പിന്നെ കമൻ്റ് ഒന്നും ചെയ്യാനൊന്നും പോയിട്ടില്ല. ഇതുവരെ അവർക്ക് വേണ്ടി റിയാക്ട് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇന്നത്തെ ഈ പ്രാവശ്യത്തെ സീസൺ 7 എന്ന് പറഞ്ഞാൽ അട്ടർ ഫ്ലോപ്പാണ്. അത് ഇപ്പോൾ പറഞ്ഞ 16 ലക്ഷം രൂപ ഈ അനിമോളെ കൊണ്ട് കൊടുത്ത സമയത്ത് അവർക്ക് വല്ല വീടും വെച്ച് എവിടെയെങ്കിലും സുഖമായിട്ട് താമസിച്ചൂടെ? അവളെന്തിനാണ് ഇതിനകത്ത് പോയി കിടന്ന് മെനക്കെടുന്നത്? അത്രയും വലിയ ക്രൗഡ് പുള്ളിങ് ഒക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചേ ഉള്ളൂ. ഈ സീസൺ കഴിഞ്ഞിട്ട് കുറച്ച് നാളുടെ ഇപ്പോൾ അഖിൽമാരൊക്കെ ഭയങ്കര ഹൈപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു 2-3 മാസം കഴിയുമ്പോൾ പിന്നെ ഇവരുടെയൊക്കെ പേരൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ ലയിച്ചങ്ങ് പോയി. പിന്നെ ഒന്നുമില്ല. പിന്നെ അടുത്ത സീസണിൽ ആര് വരുന്നു എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ ഓഡിയൻസ് എല്ലാം കൂടെ വന്നിട്ട് ആർമിക്കാരെല്ലാം കൂടെ വന്നിട്ട് അങ്ങോട്ട് മെഴുകത്തൊന്നുമില്ല. അത് ഈ രജിത് കുമാറിൻ്റെ സീസൺ തൊട്ട് തുടങ്ങിയാണ്. മറ്റേ രജിത് കുമാർ ആർമി മറ്റത് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള പരിപാടി. പിന്നെ മണിക്കുട്ടൻ വന്നു. പിന്നെ അങ്ങനെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു, കുറച്ച് ആൾക്കാർ. പിന്നെ വന്ന ആരാ, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ രേവതിയുടെ റിവ്യൂ ഒക്കെ കാണാറുണ്ട്. അത്യാവശ്യം ജെന്യുവനായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എനിക്ക് ഇതിനു മുമ്പൊന്നും ഞാൻ പറയത്തില്ല. ഇപ്പം എനിക്ക് തോന്നുന്നത് ഞാൻ അവിടെ ആരെയും സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ഈ അനിമോളെയൊക്കെ പൊക്കി പിടിച്ചോണ്ട് അനിമോൾ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. എല്ലാം എടുത്ത് കാണിക്കും, എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും. അനിമോൾ ഈസ് എ വെരി ഗുഡ് കണ്ടസ്റ്റൻറ്റ്. എന്നുവെച്ചാൽ നമ്മുടെയൊക്കെ കൂട്ടത്തിലുള്ളൊരാളാണ് അനിമോൾ. എന്തെന്നാണ് സ്റ്റാർ മാജിക് എന്ന് പറയുന്നൊരു ഫ്ലോറി എന്നല്ലാതെ ഇവളൊന്നും പൊങ്ങി വന്നിട്ടൊന്നുമില്ല. ഇവളൊരു ആർട്ടിസ്റ്റിലൊരു തേങ്ങയല്ല. ഇവർക്ക് എന്ത് ടാലൻ്റാണ് ഉണ്ടായേക്കുന്നത്? ഈ സ്റ്റാർ മാജിക്കിനകത്ത് അവൾക്ക് കൊടുത്തൊരു പ്ലോട്ടുണ്ട്, അവൾക്ക് കൊടുത്തൊരു ക്യാരക്ടറുണ്ട്. അവിടെ കുറേ ആൾക്കാരടിക്കുമ്പോഴത്തേക്ക് കുറേ ആൾക്കാർക്ക് ഹേർട്ട് ചെയ്യാൻ പറ്റുന്ന, എന്ത് പറഞ്ഞാലും ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്, ചിരിച്ചോണ്ടിരിക്കുന്നത്, എളിച്ചോണ്ടിരിക്കുന്ന, കുറേ കരയുന്ന, അത് അവൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അത് അവൾ യൂസ് ചെയ്തു, അത് ഉപയോഗിച്ചു, ആൾക്കാരെ മണ്ടന്മാരാക്കി. ഇപ്പോൾ റിയൽ ആയിട്ടുള്ള സ്വഭാവം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പോഴന്മാരുണ്ട്. ഇരുന്ന് സപ്പോർട്ട് ചെയ്യുകയോ PR വർക്ക് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യട്ടെ. ഇത് നമ്മൾ നമുക്ക് ലൈവായിട്ട് കാണുമ്പോൾ ഒരാളെ കുറിച്ച് മനസ്സിലാവത്തില്ല. ഇത് മനസ്സിലാക്കാത്ത ആൾക്കാരാണ് ഇവിടുത്തെ പൊട്ടന്മാർ. ദാറ്റ്സ് ഇറ്റ്.